എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇത് ബൈബിൾ പകർത്തി എഴുതിയതിൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് തൃശ്ശൂർ രൂപതയിൽ ഉണ്ടായി. അതിൽ 1207 അമ്മമാർ ബൈബിള് പുതിയ നിയമം പകർത്തി എഴുതിയിരുന്നു. ഇത് ജനുവരി 23 2025 ഉണ്ടായത്. ഈ മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഇത് 5ാമത്തെ വേൾഡ് റെക്കോർഡാണ്. ആദ്യം ഇത്രയും അമ്മമാർ കൂടി മാർഗംകളിയും പിന്നീട് കോൽക്കളി, റംബാൻ പാട്ട്, അതുപോലെ പുത്തൻ പാന വായിക്കൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് 5ാമത്തെ വേൾഡ് റെക്കോർഡായിരുന്നു. തൃശ്ശൂർ രൂപതയിൽ ലൂർദ് പള്ളിയിൽ വെച്ചാണ് ഇത് നടന്നത്. വ്യാഴാഴ്ച, അതായത് ജനുവരി 23 ഉച്ചതിരിഞ്ഞ് 2:30 മണിക്കായിരുന്നു ഈ പ്രോഗ്രാം തുടങ്ങിയത്. ബിഷപ്പിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു കുർബാന. ബൈബിൾ പകർത്തി എഴുതിയ എല്ലാ അമ്മമാർക്കും ഒരു ഡ്രസ് കോഡ്, കേരള സാരി അവർ പറഞ്ഞിരുന്നു. അതെല്ലാം ധരിച്ചാണ് എല്ലാ അമ്മമാരും ബൈബിള് എഴുതിയത് ബൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കുർബാനയ്ക്ക് ഇടയിൽ തന്നെ ബിഷപ്പ് എല്ലാവരുടെയും ബൈബിള് വെഞ്ചരിക്കുകയായിരുന്നു. അതിനുശേഷം പിതാവിനോടൊപ്പം എല്ലാ അമ്മമാർക്കും അവനവൻ എഴുതിയ ബൈബിള് പിടിച്ച് ബിഷപ്പിനോട് കൂടി നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സുവർണ അവസരം കിട്ടിയിരുന്നു. അതിനുശേഷം ലൂർദ് പള്ളിയുടെ മുന്നിൽ എല്ലാവരും ഇതുപോലെ വരിയായിട്ട് നിന്ന് ഒരു സർക്കിൾ രൂപത്തിൽ എല്ലാവരും നിന്ന് ബൈബിള് പൊക്കി പിടിച്ച് ഇതിൻ്റെ കുറേ ഫോട്ടോഗ്രാഫേഴ്സും മീഡിയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് 5ാമത്തെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡായി. അതിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം ദൈവത്തിനോടും നന്ദി പറയുകയാണ്. ഞാനും ഇത് കുറേ ദിവസമായിട്ട് ഈ ബൈബിള് എഴുതി അവസാനിപ്പിക്കുകയായിരുന്നു. ഞാൻ പഴയ നിയമവും പുതിയ നിയമവും പകർത്തി എഴുതി. കുറേ അനുഗ്രഹം ദൈവത്തിൻ്റെ എനിക്ക് കിട്ടി. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ ബൈബിൾ പകർത്തി എഴുതാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് സമയം പിടിക്കും, എന്നാലും ക്ഷമയോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജീവിതത്തിലെ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുകയാണ്. ഇത് എളുപ്പത്തിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് സമയം നമ്മൾ കണ്ടെത്തി ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് കഴിയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.